നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദമായി മാറുകയാണ്. ഇവിടെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ദുഷ്പ്രചരണം നടക്കുന്നുണ്ട്. വ്യവസായം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് എത്ര സമയം കൊണ്ട് ഒരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത്? യെസ് മിനിസ്റ്റർ. സാർ, ഇപ്പം ഞാനിത് 2 മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിലർ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ഈ സഭയ്ക്കാകെ അവകാശപ്പെട്ട നേട്ടമാണ്. കാരണം ഈ നിയമസഭയാണ് പാസ്സാക്കിയത്. 3.5 വർഷം 2 മിനിറ്റും വേണ്ട, ഒരു ലൈസൻസും ഇല്ലാതെ 3 വർഷമായിരുന്നു. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലായ ലൈസൻസ് എടുത്താൽ മതി എന്നായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് നിയമസഭ പാസ്സാക്കിയത്. ഈ നിയമസഭ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പാസ്സാക്കിയ നിയമമാണ്. 3.5 വർഷം വരെ റെഡ് കാറ്റഗറി പെടാത്ത 50 കോടിക്ക് താഴെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഏത് സ്ഥാപനവും ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കാം. 3.5 വർഷത്തിനുള്ളിൽ ഈ ലൈസൻസുകൾ നേടിയാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. അതുകൊണ്ട് 2 മിനിറ്റ് എന്നുള്ളതിൽ നമ്മൾ അത്ഭുതം, ഞങ്ങളെന്ന് കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് വന്നത് എന്ന് നമ്മൾ ഒന്നിച്ച് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വരും. ആ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ശ്രീ പി എസ് സുബാൽ. സാർ, കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമം ഒരു വൻ വിജയമായിരുന്നു. സാർ, ഏതെല്ലാം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്? നയതന്ത്ര പ്രതിനിധികൾ, അതുപോലെ തന്നെ ലോകത്തെ മുൻനിര കമ്പനികളടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ? അടുത്ത വർഷം കൂടുതൽ വിപുലമായി എങ്ങനെയാണ് ഗവൺമെൻറ് ഇത് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? 26 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, അംബാസിഡർമാർ, കോൺസുലേറ്റ് ജനറൽമാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ലോകോത്തര കമ്പനികളുടെ പ്രതിനിധികളും വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ കമ്പനികൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ കുറേ കാലമായി നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനികളുടെ പ്രതിനിധികളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ അടുത്തിടെ നടന്ന ഏറ്റവും ബെസ്റ്റ് സബ്മിറ്റായി മാറാൻ നമുക്ക് കഴിഞ്ഞത് ഉള്ളടക്കം കൊണ്ടും തയ്യാറെടുപ്പും കൊണ്ടാണ്. അവിടെയുള്ള എല്ലാ പാനൽ ഡിസ്കഷനുകളും വളരെ സമ്പന്നമായിരുന്നു. ലോകോത്തര വിദഗ്ധന്മാർ ഓരോ മേഖലയ്ക്കകത്തും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നടത്തുന്നതിനെ കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നത് എങ്ങനെ പ്രായോഗികമായി കൺവെർഷൻ റേറ്റ്, ഇന്ത്യയിലാകെ ഒരു 10-15% കൺവെർഷൻ റേറ്റ് ഉള്ളൂ. പരമാവധി കൺവെർഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു യത്നമായിരിക്കും, ഒരു മിഷൻ പോലെ ആണ് പ്രവർത്തിക്കുക. അത് എല്ലാവരും ചേർന്നിട്ടാണ്. ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി തന്നെ എല്ലാവരും യോഗം വിളിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്നുണ്ട്. നിയമസഭാ സാമാജികരും അവരവരുടെ മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി വരുന്ന പദ്ധതികൾ കൃത്യസമയത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഒരു മേൽനോട്ടവും മുൻകൈയും ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. ഈയിടെ എറണാകുളത്ത് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ ഏതൊക്കെ കമ്പനികൾ എത്ര കോടി രൂപ കേരളത്തിൽ നിക്ഷേപിക്കുന്നത് തയ്യാറായി എന്ന് വിശദമാക്കാമോ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ടോ? സാർ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഡാഷ്ബോർഡിൽ അടുത്ത ദിവസം കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ 1,75,000 കോടി രൂപയോളമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. അത് നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഫിൽട്ടർ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പേര് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ ചില അഭിപ്രായം ചിലർ പറയുന്നുണ്ട്, പല സ്റ്റേറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളിവിടെ ഒരു EV കമ്പനി, വളരെ പ്രധാനപ്പെട്ട ലോകോത്തര കമ്പനിയായിട്ട് ചർച്ച ചെയ്ത് അവസാന റൗണ്ട് എത്തിയതാണ്. പക്ഷേ അത് 10% ലീസ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എത്തിക്കൊണ്ട് വെക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 1 റുപ്യയ്ക്ക് കംപ്ലീറ്റ് സ്ഥലം കൊടുത്ത് വേറെ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ ഈ ഭീതി ഉണ്ടെങ്കിലും നമ്മുടെ നാടായതുകൊണ്ട് ഈ പേരില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ അവൻ ഡാഷ്ബോർഡിൽ പ്രസിദ്ധപ്പെടുത്താമെന്ന് തന്നെയാണ് കാണുന്നത്. വിഴിഞ്ഞം വലിയ പൊട്ടൻഷ്യലാണ് സാർ. ഇന്നലെ ഇവിടെ ബഹുമാനായ തുറമുഖ വകുപ്പ് മന്ത്രിയുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത പോർട്ടായി ഇന്നലെ തന്നെ വിഴിഞ്ഞം മാറി എന്നുള്ളത് എല്ലാവർക്കും അഭിമാനകരമാണ്. അത് ഇന്ത്യയുടെ ഗേറ്റ് വേ ആണ്. അതിനാവശ്യമായിട്ടുള്ള മാനുഫാക്ചറിംഗ് സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, അതിൻ്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. വിവിധ ഗ്രൂപ്പുകൾ, ഷറഫ് ഗ്രൂപ്പ്, അദാനി ഗ്രൂപ്പ്, ഇവരെല്ലാം തന്നെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞത്തുള്ള സാധ്യതകൾ, ഒരു മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരിക, അത് അസംബിൾ ചെയ്യുക, പ്രൊഡക്റ്റായിട്ട് കയറ്റുമതി ചെയ്യുക. ആ ക്ലസ്റ്റർ സിംഗപ്പൂർ മോഡൽ, അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു ഭാഗം. അത്തരം വലിയ നിക്ഷേപ സാധ്യതകൾ വിഴിഞ്ഞം തുറന്നു വരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല. സാർ, വേൾഡ് എക്കണോമിക് ഫോറത്തിൽ രാജീവ് പോയത് നന്നായി. കാരണം പണ്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന് ബദലായി MA ബേബിയും യെച്ചൂരിയും ഒക്കെ ബോംബെയിൽ പാരലൽ സമ്മേളനം നടത്തിയത് ഞാൻ ഓർക്കുകയായിരുന്നു. സാർ, എൻ്റെ ചോദ്യം, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുന്നതിന് ഇവിടെ ആരും എതിരല്ല. നമ്മളെല്ലാവരും അക്കാര്യത്തിൽ ഒന്നിച്ചാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലം, 1ാം പിണറായി ഗവൺമെൻറ് കാലത്ത് അക്സെൻറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി, ഇത് നിക്ഷേപ സംഗമം EP ജയരാജൻ മന്ത്രിയായിരുന്ന കാലത്ത് അന്ന് നടത്തുകയുണ്ടായി. അതിലെത്ര വ്യവസായ സ്ഥാപനങ്ങൾ വന്നു എന്നൊന്ന് വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. അത് പ്രത്യേകം ചോദിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഈ പത്രക്കാർ ഇപ്പോൾ ജിമ്മിൽ എത്ര വന്നു, എമർജിംഗ് കെയറിൽ എത്ര വന്നു, അസെൻറ്റിൽ എത്ര വന്നു എന്ന് പത്രസമ്മേളനത്തിൽ ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു കണക്കെടുപ്പും അതിൻ്റെ ഇത് എടുക്കലല്ല ഇനി നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ഇപ്പോൾ ബഹുമാനായ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട്, അവർ നടത്തിയതുണ്ട്, ഞങ്ങൾ നടത്തിയതുണ്ട്. എന്തുകൊണ്ട് നമുക്കത് കൺവേർഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല? എന്തായിരുന്നു തടസ്സങ്ങൾ? അത് മാറ്റിയിട്ട് അത് ഞാൻ പറഞ്ഞു 3 വർഷം എടുത്ത പ്രിപ്പറേഷൻ ഇതെല്ലാം പഠിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് അധികം പോകാതെ നാളെ മുതൽ നമുക്ക് ഒന്നിച്ച് ഇപ്പോൾ വന്നത് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, അതിൽ ഒന്നിച്ചും ഇന്ന് പോകാം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ പി നന്ദകുമാർ. ആരംഭവർഷ പദ്ധതിക്ക് ദേശീയ അന്തർദേശീയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടോ? അത് വ്യക്തമാക്കാമോ? സാർ, അത് നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് അത് പ്രധാനമന്ത്രിയുടെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസിൻ്റെ MSME എന്ന അംഗീകാരം ലഭിക്കേണ്ട സഭയിൽ തന്നെ പറഞ്ഞതാണ്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവൻ്റെ 87 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പബ്ലിക് ഇനീഷ്യേറ്റീവിന് നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന റെക്കഗ്നേഷൻ നൽകി 28 മുതൽ 1-ാം തീയതി വരെ 152 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വാഷിംഗ്ടണിൽ നടക്കുന്ന ആ സമ്മേളനത്തിലേക്ക് പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രി എന്ന നിലയ്ക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും KSIDC ഡയറക്ടർക്കും ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അഭിമാനപൂർവ്വം നാടിനാകെ കിട്ടുന്ന അംഗീകാരമാണ്, അഭിമാനപൂർവ്വം ഈ സഭയെ അറിയിക്കുക. ശ്രീ അനൂപ് ജേക്കബ്. സാർ, അങ്ങ് നേരത്തെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, 3 വർഷം റെഡ് കാറ്റഗറി ഒഴിച്ചുള്ള സ്ഥാപനങ്ങൾക്ക് 3 വർഷത്തിനുള്ളിൽ ലൈസൻസ് പ്രൊക്യൂർ ചെയ്താൽ മതിയെന്ന് 3.5 വർഷം എന്നൊരു നിയമം ഇവിടെ ഉണ്ട്. സാർ, ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ മിനിസ്റ്റർ ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ടാർ മിക്സിംഗ് പ്ലാന്റുകൾ, ഒപ്പം തന്നെ പ്ലൈവുഡ് ഫാക്ടറികൾ, സമാനമായ സ്ഥാപനങ്ങൾ ഈ നിലയിൽ ആരംഭം കുറിക്കുകയാണ്. കൂണ് പോലെ പൊട്ടിമുളയ്ക്കുകയാണ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ, ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലടക്കം. ഇത് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഉണ്ടായേ മതിയാവുകയുള്ളൂ. അതിനെ സംബന്ധിച്ച് സർക്കാരിന് പരാതികൾ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഒരു സ്ട്രീം ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഗവൺമെൻറ്? നമ്മളിപ്പോൾ കൂണുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഏറെ സന്തോഷകരമാണ്. എന്നാൽ അത് നിയന്ത്രിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാട് ഇപ്പോൾ ആണ് വേണ്ടി. ഇപ്പം നമ്മളിത് ഫെസിലിറ്റേറ്റ് ചെയ്യണം. എന്നാൽ ഈ കാറ്റഗറി തീരുമാനിക്കുന്ന വ്യവസായ വകുപ്പല്ല. ഇപ്പോൾ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് റെഡ് കാറ്റഗറി തീരുമാനിക്കുന്നത്, ഓറഞ്ച്, ഗ്രീൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ റെഡ് കാറ്റഗറി പെട്ടതെല്ലാം ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കാത്തത്. ബാക്കിയെല്ലാം പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കലാണ്. അങ്ങ് പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് തന്നെ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നത്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. റെഡ് കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കില്ല. റെഡ് കാറ്റഗറി അല്ലെങ്കിൽ നിയമാനുസൃതം നമ്മളെല്ലാം പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കും.